ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. അതായത് നിങ്ങൾ തമ്പനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് വജൈന അല്ലെങ്കിൽ പ്രൈവറ്റ്സ് ഏരിയ ഇവിടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അത് നമുക്ക് എന്തൊക്കെ ഹോം റെമഡീസ് ചെയ്താൽ അത് മാറ്റിയെടുക്കാം എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പം വജൈന എന്നൊക്കെ പറയുമ്പോൾ ചിലർക്ക് നെഗറ്റീവായിട്ട് തോന്നാൻ ചില ആൾക്കാർക്ക്, അങ്ങനെയുള്ള ആൾക്കാർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തേക്കുക. യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന ആൾക്കാർ എന്തായാലും കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിന് അങ്ങനെയുള്ള നമ്മുടെ വീട്ടിൽ ഇപ്പോൾ അമ്മമാരുണ്ടാവും, പെങ്ങന്മാർ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്തായാലും യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾ എന്തായാലും വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും. ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ കൊടുത്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 3 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വിചാരിക്കുന്നത്. ഇത് ഫസ്റ്റ് വണ്, അതായത് വജൈനയിൽ ഉണ്ടാകുന്ന ബാഡ് ഓഡർ, അതായത് ദുർഗന്ധം ഉണ്ടാവില്ലേ, ഒരു ബാഡ് സ്മെൽ ഉണ്ടാവില്ലേ അത്. പിന്നെ എന്ന് വെച്ചാൽ രണ്ടാമത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഡാർക്ക്നെസ്, ചിലപ്പോൾ ഡിസ്കറേഷൻ ഉണ്ടാവും, ചില ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം. പിന്നെ ചില ഇറിറ്റേഷൻ, അതായത് ചില സമയത്ത് പീരിയഡ്സിൻ്റെ സമയത്ത് ചിലപ്പോൾ ഇറിറ്റേഷൻസ് ഉണ്ടാവും, ചൊറിച്ചിലുണ്ടാവും. അതിന് ശേഷം ആയാലും നമുക്ക് അങ്ങനെ ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ എങ്ങനെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് അല്ലെങ്കിൽ വീട്ടിലൊരു ഹോം റെമഡി നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് വന്ന് വെച്ചാൽ ബാഡ് ഓഡർ, അതായത് ദുർഗന്ധം. ചിലപ്പോൾ വൈറ്റ് ഡിസ്ചാർജ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇൻറ്റിമേറ്റ് വാഷ് യൂസ് ചെയ്യുക. അതായത് സോപ്പൊന്നും ഉപയോഗിച്ച് കഴുകാണ്ട് തന്നെ ഏതെങ്കിലും ഇൻറ്റിമേറ്റ് വാഷ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഡെയിലി നമ്മൾ ആ പ്രൈവറ്റ് ഏരിയാസ് എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യുക. പിന്നെ നമുക്ക് ചെയ്യാവുന്നൊരു ഹോം റെമഡി എന്ന് പറയുന്നത് തൈരില്ലേ, തൈര് നല്ലതുപോലെ കുടിക്കുക. ചില ആൾക്കാർക്ക് പ്രശ്നമുണ്ട്, തൈര് കുടിച്ചാൽ തടി വെക്കും, അങ്ങനത്തെ പേടിയുള്ള ആൾക്കാരാണെങ്കിൽ ഈ തൈര് കുറച്ചെടുത്തിട്ട് നമ്മുടെ ഈ പ്രൈവറ്റ്സ് ഏരിയയിൽ, അതായത് വജൈനയിൽ പുറത്ത്, അതായത് ഒരിക്കലും നമ്മൾ എന്തൊരു സാധനമാണെങ്കിലും ഒരിക്കലും ഉള്ളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടില്ല. പുറത്ത് നമ്മൾ ആ ഒരു ഭാഗത്ത് മാത്രം എന്ത് ചെയ്യുക, ഈ തൈര് അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റ് വെച്ച ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഇത് നമ്മൾ സ്ഥിരം ചെയ്താൽ നമുക്ക് ഈ ഒരു ബാഡ് ഓഡർ അതല്ലെങ്കിൽ ദുർഗന്ധമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത് വീക്കിലി 3 ടൈംസ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതല്ലെങ്കിൽ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഒലിവ് ഓയിലില്ലേ, ഒലിവ് ഓയിൽ ഒരു 1/2 കപ്പ് എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 3-4-5 വെളുത്തുള്ളി അതിൽ ഇട്ട് വെക്കുക. അതായത് 24 hours ഇട്ട് വെക്കുക. അപ്പോൾ നമുക്ക് ഇട്ടിട്ട് മൂടി വെക്കുക. അപ്പം ഈ വെളുത്തുള്ളി എല്ലാം എന്ത് ചെയ്യും, ഈ ഓയിലിലേക്ക് അലിഞ്ഞിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഓയിൽ രാത്രി നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് അപ്ലൈ ചെയ്തിട്ട് ഉറങ്ങാം. ഒരിക്കലും അകത്തേക്ക് അപ്ലൈ ചെയ്യരുത്, പുറമെ മാത്രമാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അത് തൈരാണെങ്കിലും ഈ ഒരു ഓയിലാണെങ്കിലും പുറത്ത് മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പം ഈ ഓയിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്യുക. എന്നിട്ട് കിടന്നുറങ്ങുക. പിറ്റേ ദിവസം രാവിലെ നമ്മൾ ബാത്റൂമിൽ പോകുന്ന സമയത്ത് അത് വാഷ് ഔട്ട് ചെയ്ത് കളയും. ഇത് നമ്മളൊരു വീക്കിലി 2 ടൈംസ് ചെയ്യുക. നല്ല റിസൾട്ട് ഉറപ്പാണ്. രണ്ടാമതായിട്ട് പറയുന്നത് അതായത് ഡാർക്ക്നെസ്, ഡിസ്കളറേഷൻ. അത് നമ്മൾ വരാൻ ചാൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഷേവ് ചെയ്യുന്ന മെത്തേഡ്, നമ്മൾ എന്തായാലും വജൈന ഷേവ് ചെയ്യുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾ കൊണ്ട് നമുക്ക് ഇങ്ങനൊരു ഡാർക്ക്നെസ് വരാം. അപ്പോൾ അന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഡ്രൈ സ്കിന്നിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഷേവ് ചെയ്യാൻ പാടില്ല. അതായത് ചിലരുണ്ടാവും വെള്ളം അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഷേവ് ചെയ്യും. അതല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ചിട്ട് ഇതാക്കിയിട്ട് ഷേവ് ചെയ്യും. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒന്നെങ്കിൽ നമ്മൾ അലോവേര ജെല്ലിൽ കുറച്ച് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ഇത് മിക്സ് ആക്കിയിട്ട് ഇത് നമ്മൾ ഷേവ് ചെയ്യുന്നതിന് മുൻപ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് ഷേവ് ചെയ്യുക. അപ്പം ഈ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല. ഒരിക്കലും ഡ്രൈ സ്കിന്നിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ വെള്ളം അപ്ലൈ ചെയ്തിട്ടാണെങ്കിലോ അല്ലെങ്കിൽ സോപ്പ് അപ്ലൈ ചെയ്തിട്ടാണെങ്കിലോ ഇങ്ങനെയൊന്നും നമ്മൾ ഷേവ് ചെയ്യാൻ പാടില്ല. ഈ പറഞ്ഞ ജെല്ല് ഉപയോഗിച്ചിട്ട് നമുക്ക് ഷേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു പരമാവധി ഡാർക്ക്നെസ് നമുക്ക് എന്തായാലും മാറി കിട്ടും. പിന്നെ അല്ലെങ്കിൽ ഡാർക്ക്നെസ് മാറ്റിയെടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ സെയിം അലോവേര ജെല്ലിൽ പ്യുവർ അലോവേര ജെല്ല് എടുക്കുക. ഈ പ്യുവർ അലോവേര ജെല്ലിൽ കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഇത് നമ്മുടെ വജൈനയിൽ അപ്ലൈ ചെയ്തിട്ട് ഉറങ്ങിയാൽ ഈ ഡാർക്ക്നെസ് നമുക്ക് റിമൂവ് ആയി കിട്ടും. അതല്ല നമുക്ക് ഇതിൻ്റെ റിലേറ്റഡ് പ്ലേസ്, അതായത് ഇതിൻ്റെ സൈഡ് വശങ്ങളിലൊക്കെ നമുക്ക് ഇതിലുള്ള ഡാർക്ക്നെസ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറ്റിയൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ റോസ് വാട്ടറും ഗ്ലിസറിനും. ഈ റോസ് വാട്ടറും ഗ്ലിസറിനും കൂടെ കുറച്ച് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ, അതായത് നമ്മൾ എത്രയാണോ റോസ് വാട്ടർ എടുക്കുന്നത് അതിൻ്റെ സെയിം അളവിൽ തന്നെ എന്തെടുക്കുക, ഗ്ലിസറിൻ എടുക്കുക.
ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ഇത് നമ്മുടെ പ്രൈവറ്റ് പാർട്ടിലല്ല, നമ്മുടെ അതിൻ്റെ ചുറ്റും, അതായത് നമ്മുടെ തുടയിടുക്കിലൊക്കെ ചിലപ്പോൾ കറുപ്പുണ്ടാവുമല്ലോ, ആ ഭാഗങ്ങളിലൊക്കെ ഈ റോസ് വാട്ടറും ഗ്ലിസറിനും കൂടി അപ്ലൈ ചെയ്താൽ ആ ഒരു ഏരിയയിലുള്ള എന്താ പറയുക ഈ ഡാർക്ക്നെസ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് ഇറിറ്റേഷൻസ്, അതായത് ചൊറിച്ചിൽ അല്ലെങ്കിൽ അസ്വസ്ഥത അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ, അതായത് ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ട് ഈ ചൂടുവെള്ളം കൊണ്ട് നമ്മൾ ദിവസവും നമ്മുടെ പ്രൈവറ്റ് ഏരിയാസ് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇറിറ്റേഷൻസ് ഒക്കെ നമുക്ക് വേഗം മാറിക്കിട്ടും. പിന്നെ അതല്ലെങ്കിൽ പിന്നെ പറയുന്നത് ശതാവരി കിഴങ്ങ്, അത് നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ അതിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുക്കാം. അതായത് ആ ശതാവരി കിഴങ്ങിൻ്റെ അകത്തൊരു നാരുണ്ടാവും, ആ നാര് റിമൂവ് ആക്കിയിട്ട് അത് അരച്ചെടുത്തിട്ട് ഒരു 20 ഗ്രാം നമ്മൾ ഒരു ഗ്ലാസ് പാലിൽ ചേർത്തിട്ട് തിളപ്പിച്ചിട്ട് അത് കുടിച്ചാൽ നമ്മുടെ അതായത് വജനയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ഇങ്ങനെ നമ്മൾ ഈ ഒരു ഗ്ലാസ് പാലിൽ ഇത് അരച്ചിട്ട് കുടിക്കുന്നത്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ യൂസ് ചെയ്യുന്ന അണ്ടർവെയർ ശ്രദ്ധിക്കുക, അതായത് ഡെയിലി ഒരു എന്താ പറയുക 2 ടൈംസ് എങ്കിലും നമ്മൾ അണ്ടർവെയർ മാറ്റി കൊടുക്കുക. അത് നമ്മൾ കോട്ടൺ അണ്ടർവെയർസ് യൂസ് ചെയ്യുക. അതായത് അല്ലെങ്കിൽ എന്താ പറയുക ഈർപ്പമൊക്കെ നിന്നിട്ട്, അതായത് ഇപ്പോൾ നമ്മൾ വാഷൊക്കെ ചെയ്തിട്ട് വരുമ്പം ആ വെള്ളം അങ്ങനെ തന്നെ ഉണ്ടാവും. അങ്ങനെ ഇടാണ്ട് അതൊന്ന് ജസ്റ്റ് നമ്മളൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് വെള്ളമൊക്കെ ഒന്ന് റിമൂവ് ആക്കി ഡ്രൈ ആക്കിയ ശേഷം മാത്രം നമ്മൾ അണ്ടർവെയർസ് ഇടുക. ഇപ്പോൾ ഒരു കോട്ടൺ അണ്ടർവെയർസ് നമ്മൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെന്ന് വെച്ചാൽ ഈ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നമ്മുടെ 1 വീക്കിൽ നമ്മുടെ ഈ ഒരു പ്രശ്നം മാറുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. കാരണം അത് ചിലപ്പോൾ അത് വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. നമുക്ക് ഇത്രയും നമ്മൾക്ക് നോർമലി നമ്മുടെ ഒരു എന്താ പറയുക പീരിയഡ്സ് മൂലം ഉണ്ടാകുന്ന ഇറിറ്റേഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. ഇത്രയും ചെയ്തിട്ടും നിങ്ങൾക്ക് പ്രശ്നം തീരുന്നില്ല, നിങ്ങളുടെ ഇത് എന്താ പറയുക ഇറിറ്റേഷൻസ് കൂടുന്നുണ്ട് അല്ലെങ്കിൽ ചൊറിച്ചിൽ കൂടുന്നുണ്ട്, ഈ സ്മെല്ലിങ് അതായത് ബാഡ് ഓഡോറൊക്കെ അധികമായിട്ട് വരുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. എന്നിട്ട് ഡോക്ടർ പറയുന്നത് എന്താണോ അങ്ങനെ കൂടി ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ.